ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ, നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. എ കപ്പാസിറ്റർ ഈസ് മെയ്ഡ് ഓഫ് എ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് ഏരിയ എ ആൻഡ് എ സെക്കൻഡ് പ്ലേറ്റ് ഹാവിങ് എ സ്റ്റെയർ ലൈക്ക് സ്ട്രക്ചർ ആസ് ഷോൺ ഇൻ ഫിഗർ. കണ്ടോ, ഇവിടെ ഒരു കപ്പാസിറ്റർ ആണിത്. ഇതിൻ്റെ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലാറ്റ് ആണ്, അതിൻ്റെ ഏരിയ എ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്ലേറ്റ് ഇങ്ങനെ സ്റ്റെയർ പോലെയുള്ള പ്ലേറ്റ് ആണ്. അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ഏരിയ എത്ര? ആകെയുള്ളതിൻ്റെ A/3, ദെൻ A/3, A/3. ക്ലിയർ? ബാക്കി ഇവിടെ വായിക്കാം. ഇഫ് ദ ഏരിയ ഓഫ് ഈച്ച് സ്റ്റെയർ ഈസ് A/3 ആൻഡ് ഹൈറ്റ് ഈസ് D. ഞാൻ പറഞ്ഞല്ലോ, ഏരിയ എന്ന് പറയുന്നത് A/3 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഹൈറ്റ് എത്രയാണ്? D ഹൈറ്റ് ആണ് ഓരോന്നിൻ്റെയും. അങ്ങനെയെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഏരിയ എ ഡിസ്റ്റൻസ് D ആയിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ സാറേ ε0 A/D. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലോ, കപ്പാസിറ്റർ പ്ലേറ്റ് ഇങ്ങനെയാണ് വെച്ചിരിക്കണമെങ്കിലോ, നിങ്ങൾ ഡിസ്റ്റൻസ് D ആണ്, നിങ്ങൾ എന്താ ചെയ്യുക? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ε0 ഇൻറ്റു നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര ഏരിയ ഫേസ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ? ഇത്ര ഏരിയ അല്ലേ? ഇതിൻ്റെ ഏരിയയാണ് നിങ്ങളിവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ക്ലിയർ? പ്ലേറ്റിൻ്റെ എത്രത്തോളം ഫേസ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഭാഗത്തിൻ്റെ ഏരിയയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, നോക്ക് ഇതിൻ്റെ ഒരു ഈ പ്ലേറ്റിൻ്റെ ഈ ഒരു ഫേസും ഈ പ്ലേറ്റിൻ്റെ ഈ ഒരു ഫേസും ഫേസ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു കപ്പാസിറ്ററായി. ഇനി നോക്കി, ഇതിൻ്റെ ഈ ഭാഗവും ഇതും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കപ്പാസിറ്ററായി. അപ്പോൾ ഇതും ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ 3 കപ്പാസിറ്റർ ഉണ്ട്. കണ്ടോ, ഇത് ഒന്നാമത്തെ കപ്പാസിറ്റർ, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ, പിന്നെ ഇത് മൂന്നാമത്തെ കപ്പാസിറ്റർ. ക്ലിയർ? അപ്പോൾ ഈ 3 കപ്പാസിറ്ററുകളുടെ എഫക്റ്റീവ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C ടോട്ടലാണ്. അപ്പോൾ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തറിയണം? സാർ 3 കപ്പാസിറ്റർ ഉണ്ടെന്ന് മനസ്സിലായി, ഇതിന് സീരീസാണ് പാരലാണെന്ന് എങ്ങനെ അറിയാം? അതറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പാസിറ്ററുകൾ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് കപ്പാസിറ്ററുകൾ ഇരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് പാരലലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം. ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ പറയുക, P ആയിട്ട് എടുത്തെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കണ്ടക്ടർ പ്ലേറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തെയും പൊട്ടൻഷ്യൽ എന്താ? P. ഇതിൻ്റെ എല്ലാ ഭാഗത്തും പൊട്ടൻഷ്യൽ P. ഇനി ഈ ഒരു പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ Q ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? Q ആയിരിക്കും. ഓക്കെ, അതായത് ഈ 2 പ്ലേറ്റുകൾ ഇരിക്കുന്നത് Pയും Qയും പൊട്ടൻഷ്യലിൻ്റെ ഇടയിലാണ് അല്ലേ? ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? Pയും Qയും ഇടയിലാണ്. ഈ 2 പ്ലേറ്റ് ഇരിക്കുന്നതോ അതും Pയും Qയും ഇടയിലാണ്. ഇതിരിക്കുന്നതോ, അതായത് എല്ലാവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെയാണ് സാർ സെയിം ആവുക? അതെവിടെയാണ് സാർ സെയിം ആവുക? പാരലൽ സർക്യൂട്ടിൽ. അതിനർത്ഥം ഇവരൊക്കെ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് C ടോട്ടലിൻ്റെ ഫോർമുല എന്താ? ഓരോന്നിൻ്റെയും കപ്പാസിറ്റൻസ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താൽ മതി. ഒന്നാമത്തേൻ്റെ കപ്പാസിറ്റൻസ് നിങ്ങൾ പറഞ്ഞ് ഒന്നാമത്തേൻ്റെ എങ്ങനെ എഴുതുക? സാർ ഇതാണ് ഫോർമുല അല്ലേ? അപ്പോൾ ε0 ഇൻറ്റു ഇതിൻ്റെ ഏരിയ എത്രയാണ്? A/3. A/3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ പ്ലേറ്റിനുള്ള ഡിസ്റ്റൻസ് D ആണ്. ഒന്നാമത്തേൻ്റെ എഴുതി പ്ലസ് വെറുതെ ആഡ് ചെയ്താൽ മതി. C ടോട്ടൽ കണ്ടുപിടിക്കാം. രണ്ടാമത്തേൻ്റെ നോക്കി, ε0 ഇൻറ്റു ഏരിയ എത്രയാണ്? A/3 തന്നെയാണ് അല്ലേ? ε0 ഇൻറ്റു ഏരിയ A/3 തന്നെയാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? പ്ലേറ്റിനുള്ള ഡിസ്റ്റൻസ് നോക്ക്, ഇത് D, ടോട്ടൽ ഡിസ്റ്റൻസ് 2D. ഇനി മൂന്നാമത്തെ പ്ലസ് മൂന്നാമത്തെ നോക്കുക, ε0 ഇൻറ്റു ഏരിയ A/3 തന്നെയാണ്. ε0 ഇൻറ്റു ഏരിയ A/3 ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? D പ്ലസ് D 3D ആണ് ഡിസ്റ്റൻസ് അല്ലേ? കോമൺ ആയിട്ടുള്ളതൊക്കെ പുറത്തെടുക്കുക. ε0 കോമൺ, A/3 കോമൺ, D കോമൺ, അകത്തെന്തുണ്ട്? 1 പ്ലസ് 1/2 പ്ലസ് 1/3. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എത്ര കിട്ടുക? 11/6 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 11/6 എന്ന് കിട്ടില്ലേ? സോ C ടോട്ടൽ ഈക്വൽ ടു ε0 ഇൻറ്റു A/3 ഞാൻ ഇവിടെ എഴുതി. ഇവിടെ എന്താ കിട്ടുക? 11/6 അല്ലേ? അപ്പോൾ 6 × 3 18. സോ 11/18 ടൈംസ് ε0 A/D. ഓപ്ഷൻ 2 വിൽ ബി യുവർ ആൻസർ.